ഹായ് കൂട്ടുകാരെ, ഓണം സ്പെഷ്യൽ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അത് എന്തെന്ന് പറഞ്ഞാൽ ഒരു പച്ചടി, നമ്മളെ ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. നമുക്കിനി ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് തോല് ചെത്തിയെടുക്കാം. ഞാനെങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ നല്ല നൈസായിട്ട് അരിഞ്ഞ് നല്ല വേവിച്ച് അത് ഉടയണത്തോളം ഉടച്ചെടുക്കും. പിന്നെ ചിലവരുണ്ടാക്കുന്നത് വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചിട്ട് മിക്സിയിൽ ഒന്നിട്ട് കറക്കി അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കാം. എനിക്കിത് കഴിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കടിക്കാനൊക്കെ വേണം, അപ്പോഴാണ് എനിക്ക് രസം തോന്നുന്നത്. നന്നായിട്ട് ഇനി നമുക്കിത് കഴുകിഞ്ഞെടുക്കാം. നല്ല കളർ കേട്ടോ, നല്ല ചുവപ്പ് കളർ പോലെ, കളർ വെള്ളം പോലെ ആയി ആ വെള്ളം. ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. നല്ല ഡിസൈനുള്ള ബീട്രൂട്ടാണ് കേട്ടോ. ചെറുതായിട്ട് നമുക്ക് കനം കുറച്ചിങ്ങനെ ആദ്യം അരിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് ഇങ്ങനെ മുറിക്കാം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ അരിയുമ്പോൾ നീളവും കിട്ടി കനം കുറച്ചിട്ടും കിട്ടി. ഇങ്ങനെ അരിയുക. നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ച് എടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കത്തിക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ട് ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലൊരു 1/2 കപ്പ് അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ബീട്രൂട്ട് വേഗം മാത്രത്തുള്ള ഉപ്പിടാം. ഇനി നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല കളർ വരുന്നുണ്ട് വെള്ളത്തിലിട്ടാ, ചൊവ്വാ വരുന്നുണ്ട്. ഇതിനി ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. തിളക്കണ വരെ നല്ല തീ വെക്കുക കേട്ടോ. തിളച്ച് കളഞ്ഞിട്ട് ഒരു ചെറിയ തീ വെച്ചാൽ മതി, ഒരു മീഡിയം ലെവലിൽ. അത് വേഗണ വരെ. ഇത് തിളയ്ക്കാനായിട്ടുണ്ട് ഇപ്പോൾ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അത് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം തീ ഒരു മീഡിയം ലെവലിൽ വെക്കാവേ, നല്ല തീ വെക്കരുത്. ഇനി അത് അവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് ഇതിൽ കുറച്ച് അരപ്പ് അരയ്ക്കാനുണ്ട്, അത് അരയ്ക്കാം. ഇനി ഒരു ജാറ് ഇവിടെ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ബീട്രൂട്ടാണ്. അതിനുള്ള തേങ്ങയാണിത്, ഒരു 3/4 കപ്പ് തേങ്ങ. അതിലേക്ക് ഇത് എരിവില്ലാത്ത പച്ചമുളക്, അതുകൊണ്ട് ഒരു 4 പച്ചമുളക് ചെറുത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലിടാം. ഇനി നമുക്കിത് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ 1 സ്പൂൺ ഉപ്പ് കൂടി ഇടാം. ഇനി ബാക്കി ഉപ്പ് നമുക്ക് തൈരൊക്കെ ഒഴിക്കാനുള്ളതല്ല, അപ്പോൾ അതിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം.
തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ബീട്രൂട്ട് എങ്ങനെയെന്ന് പോയി നോക്കാം എന്തായിന്ന്. അയവ വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം പറഞ്ഞത്. അങ്ങനെ വെച്ച് വേവിക്കരുത് കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണേ. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കത്തിക്കാം. തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് പോട്ടെ, അതുവരെ നമുക്ക് വേവിക്കാം. ഇതിൻ്റെ തേങ്ങയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. അതിന് തീയൊക്കെ അടുപ്പിൽ നിന്ന് കെടുത്തിയിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തീ കെടുത്തിയിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ. ഇതിൽ തൈര് ഒഴിക്കുമ്പോഴേ പുളിയുള്ള തൈര് വേണം ഒഴിക്കാൻ. പുളിയില്ലാത്ത തൈര് ഒഴിച്ചാൽ പുളിയുള്ള തൈരിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ബീട്രൂട്ട് ഉണ്ടാക്കുമ്പോഴും ഉപ്പിട്ട്, തേങ്ങ അരയ്ക്കുമ്പോഴും അതിലും കുറച്ച് ഉപ്പിട്ട്. അപ്പോൾ ഈ രണ്ടിലും ഉപ്പിട്ടിട്ട് തൈര് ഒഴിക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറയുമല്ലോ പുളി കൊണ്ട്. അപ്പോൾ ഇനി അത് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കിതിൽ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കടുക് പൊട്ടിച്ച് അതിലിടാം. കടുക് വറുത്തിട്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവ് എണ്ണ ഒഴിക്കുക. ഇനി നന്നായിട്ട് എണ്ണ ചൂടാവട്ടെ. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വലിയ ലേശം കടുകിടാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചത്, ഇച്ചിരി കരിവേപ്പില ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് ഒഴിക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ ബീട്രൂട്ട് പച്ചടി റെഡിയായി. ഇതൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.